മുഹ്സിൻ അദീദ് പറഞ്ഞ കാര്യങ്ങളിൽ വലിയ അബദ്ധങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് ഇൻഷാ അല്ലാഹ് കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള എൻ്റെ ഈ സംസാരം മുഴുവൻ നിങ്ങൾ കേൾക്കുമ്പോൾ അത് ബോധ്യമാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, ദാറുൽ അഹ്ദ് തെറ്റിദ്ധാരണ പരത്തുന്നവരോട് ഈ പേരിൽ ഒരു കുറിപ്പും മുഹ്സിൻ അദീദിൻ്റെ 17 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു സംസാരവും ഈ അടുത്ത് വായിക്കാനും കേൾക്കാനും ഇടയായി. ഈ രൂപത്തിലൊരു സംസാരം മുഹ്സിൻ അദീദ് നടത്താനുണ്ടായ കാരണം പറയട്ടെ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് രചിച്ച ഉസൂൽ സലാസ എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുഹ്സിൻ എടുത്ത ഒരു ക്ലാസ്സിൽ ബുദ്ധി കൊണ്ടും ദീനു കൊണ്ടും തെളിയിക്കാൻ കഴിയാത്ത ഒരു വിഡ്ഢിത്തം സ്വന്തം വകയായിക്കൊണ്ട് ആ ക്ലാസ്സിലൂടെ മുഹ്സിൻ അവതരിപ്പിച്ചിരുന്നു. ആ ഒരു അബദ്ധം ഈ ഉള്ളവൻ ചൂണ്ടിക്കാണിക്കുകയും ഈ രൂപത്തിലുള്ള സ്വതന്ത്രമായ അഭിപ്രായങ്ങളെ മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് എന്ന സതുദ്ദേശത്തോടു കൂടി മുഹ്സിൻ അദീദ് പറഞ്ഞ ആ ഭീമാ അബദ്ധം ഈ ഉള്ളവൻ തുറന്നു കാണിച്ചു. അതിന് വിശദീകരണമായിക്കൊണ്ടാണ് മുഹ്സിൻ ഈ ഒരു സംസാരം നടത്തിയിട്ടുള്ളത്. എൻ്റെ അവതരണത്തിൽ മുഹ്സിൻ അദീദ് പറഞ്ഞ അബദ്ധം, അതിനെ ഒരു അബദ്ധമായി ഇനിയും തുറന്നു പറയാൻ സമ്മതിക്കാതെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംസാരം നടത്തി എന്നതിനെക്കുറിച്ച് മുഹ്സിൻ അദീദ് പറയുന്ന കാര്യം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അതിൽ ഇയാൾ കാണിക്കുന്ന ആ ഭാഗം എൻ്റെ ഓർമ്മയിൽ ഞാനത് പറഞ്ഞത്, ഈ നമ്മുടെ നാട്ടിൽ പിന്നെ ചില ആൾക്കാരോട് നിങ്ങൾ ഈ പ്രതിരോധത്തിൻ്റെ പേര് പറഞ്ഞ് ആയുധം എടുക്കരുത്, പിന്നെ ഇങ്ങനെ സായുധമായി സംഘടിക്കരുത്, കാരണം ഈ രാജ്യവുമായിട്ട് നമുക്ക് കരാറുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കണം, നമുക്ക് എന്ത് കരാർ, നമ്മളൊരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ല, കാരണം ഞങ്ങൾ ജനിച്ചു വരുന്ന സമയത്ത് ആർക്കും കരാറൊന്നുമില്ലല്ലോ ഇവിടെ എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഇപ്പം ഇയാൾ ഈ പറഞ്ഞ പോലെ ഭരണഘടന ഇതൊക്കെ പറഞ്ഞ് അവർ പറയുകയില്ല, അതൊക്കെ പണ്ടുള്ള ആൾക്കാർ ചെയ്തു വെച്ച കരാർ, നമുക്കത് ബാധകമല്ല എന്നാണ് അവർ പറയാ. അപ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം രാജ്യവുമായി കരാറിൽ ഏർപ്പെട്ടാൽ നമുക്കൊക്കെ ബാധകമായ കരാറാണ്. കാരണം മുസ്ലിങ്ങളെല്ലാവരും ഹദീസിൽ വന്നതുപോലെ അൽ മുസ്ലിം ഉലിൽ മുസ്ലിം കൽ ജസദിൽ വാഹിദ്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ ശരീരം പോലെയാണ്. മുസ്ലിം രാജ്യങ്ങളോട് നമുക്ക് ബാധ്യതകളുണ്ട്, അവിടെയുള്ള ഭരണാധികാരികളോട് നമുക്ക് ബാധ്യതകളുണ്ട്, അവർ ഏർപ്പെട്ട കരാറുകളും നമുക്ക് ബാധ്യതയുള്ള കരാറുകൾ തന്നെയാണ്. മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മളൊരു സമൂഹമാണ്, ലോകത്തോടുള്ള മുസ്ലിങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ് എന്ന അർത്ഥത്തിൽ നമുക്ക് ബാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു രാജ്യത്തൊരിക്കലും എന്ത് ചെയ്യരുത്, ഇത്തരം സായുധമായ ഇതിന് പല കാരണങ്ങളുണ്ട്. ഇതിലൊരു കാരണം ഇതാണ്, ഇവിടെ കരാറുണ്ട്, കരാർ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് കരാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കരാറാണ്. അപ്പോൾ ചിലർ പറയില്ല ഭരണഘടന നമ്മളെ കരാറല്ല എന്ന് പറഞ്ഞാൽ അതിന് മറുപടിയായി പലപ്പോഴും പറയാറുള്ളത് ഇല്ല, ദാറുൽ അഹ്ദ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിക്കാറുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യങ്ങൾ, അവ ദാറുൽ അഹ്ദാണ്. ഇത് പൊതുവെ നമ്മൾ പറയാറുള്ളത്. കിതാബുകളുണ്ട്, ഫിഖ്ഹിന്റെ കിതാബുകൾ, മുത്തഖദ്ദിമീങ്ങളുടെ കിതാബുകൾ എടുത്ത് വായിക്കുന്നില്ല. അപ്പോൾ ഹംബലി കിതാബുകൾ പലതും എടുത്താൽ ഈ പറഞ്ഞ കാര്യമുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഫിഖ്ഹി കിതാബുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിലെ ഇബാറത്തുകൾ കുറച്ചൊരു പ്രയാസമാണ്. സഹോദരങ്ങളെ, ഇവിടെ ദാറുൽ മുആഹദയുമായി ബന്ധപ്പെട്ട് മുഹ്സിൻ അദീദ് പറഞ്ഞ കാര്യങ്ങളിൽ വലിയ അബദ്ധങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് ഇൻഷാ അല്ലാഹ് കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള എൻ്റെ ഈ സംസാരം മുഴുവൻ നിങ്ങൾ കേൾക്കുമ്പോൾ അത് ബോധ്യമാകും. ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രവുമായി കരാറുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ സമാധാനമായി കഴിയുന്നത് എന്ന ഭീമാബദ്ധം മുഹ്സിൻ അദീദ് അല്ലാതെ ലോകത്താരും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് തീർച്ചയായും ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യവുമായി നമ്മുടെ രാജ്യം കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാർ നമുക്കൊക്കെ ബാധകമായതുകൊണ്ടാണ്, ആ കരാറുള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സായുധമായ കുഴപ്പങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്നാണ് മുഹ്സിൻ അദീദ് വീണ്ടും ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു വാദം അടിസ്ഥാനപരമായി ബുദ്ധി കൊണ്ടും അബദ്ധമാണ്, മതപരമായും അബദ്ധമാണ്. ഫിഖ്ഹിന്റെ കിതാബുകൾ കൊണ്ടോ തിസീസുകളിൽ സമർത്ഥിക്കപ്പെട്ട അറിവുകൾ കൊണ്ടോ ഒരിക്കലും
ഈ ഒരു പടുവിഡ്ഢിത്തം സ്ഥാപിക്കാൻ മുഹ്സിൻ അദീദിന് സാധിക്കുകയില്ല. ഏതെങ്കിലും ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് മുസ്ലിം ഭരണാധികാരികൾ ഉണ്ടാക്കിയ കരാറുകളെ കുറിച്ചല്ല മുഹ്സിൻ ഇവിടെ സംസാരിക്കുന്നത്. മറിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തെക്കുറിച്ചാണ്, നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പറയുന്ന ഒരു കരാറിനെ കുറിച്ചാണ് മുഹ്സിൻ അദീദ് മഹാവിഡ്ഢിത്തമായി കൊണ്ട് സംസാരിക്കുന്നത്. ആ സംസാരിച്ച ഭാഗം ഒരിക്കൽ കൂടി നമുക്കൊന്ന് കേൾക്കാം. അതുപോലെ തന്നെ ഒരു അനിസ്ലാമിക നാട്ടിൽ ജീവിക്കാൻ, അവിടെയാണ് ഒരാൾ താമസിക്കുന്നത് എങ്കിലും അവിടെയുള്ള അമുസ്ലിമീങ്ങൾ, മുശ്രിക്കീങ്ങൾ, അവർ കരാറിൽ ഏർപ്പെട്ടവരാണ്. ചില ആളുകൾ ചോദിക്കുന്നത് ഇത് ഏത് കരാറാണ്, നമ്മൾ ആരോട്ട് കരാർ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെട്ട് നിലകൊള്ളുന്ന എല്ലാ രാജ്യങ്ങളും അവിടെ ജീവിക്കുന്ന അമുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളുമായി കരാറുള്ളവരാണ്. ഉദാഹരണത്തിന് ഇന്ത്യ എന്ന രാജ്യം മുസ്ലിം രാജ്യങ്ങളുമായി കരാറുകളുള്ള രാജ്യങ്ങളാണ്. മുസ്ലിമീങ്ങളുമായുള്ള കരാർ നമ്മളെല്ലാവരുമായുള്ള കരാറാണ്. ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ അവർ കരാറിൽ ഏർപ്പെട്ട് ജീവിക്കുന്നത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനത്തിൽ ജീവിക്കുന്നത്. എന്താണ് സഹോദരങ്ങളെ ഇവിടെ മുഹ്സിൻ പറയുന്നത്? നമ്മളൊക്കെ പരസ്പരം സഹകരിച്ച് നമ്മുടെ നാട്ടിൽ കഴിയുന്നത് മുസ്ലിം രാജ്യങ്ങളുമായി കരാർ ഉണ്ടായതുകൊണ്ടാണ് എന്നാണ്. അതിൻ്റെ മഫ്ഹൂമുൽ മുഖാലഫ എന്താണ്? ഈ ഒരു കരാർ ഇല്ലായിരുന്നുവെങ്കിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും നമ്മുടെ നാട്ടിൽ പരസ്പരം കലഹിച്ചും രക്തം ചൊരിഞ്ഞും നിലകൊള്ളും എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനത്തിൽ ജീവിക്കുന്നത് മറ്റ് മുസ്ലിം രാജ്യങ്ങളുമായി നമ്മുടെ രാജ്യത്തിന് കരാറുള്ളത് കൊണ്ടാണ് എന്ന മഹാ അബദ്ധം മുഹ്സിൻ അദീദ് ഇവിടെ പറയുമ്പോൾ അതിനെ ശരിവെക്കാൻ വേണ്ടി ഇത് സ്വന്തം വകയല്ല, ഇത് പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിന്നും ഉദ്ധരിച്ചു കൊണ്ടാണ് താൻ സംസാരിക്കുന്നത് എന്നാണ് മുഹ്സിൻ അദീദ് അവകാശപ്പെടുന്നത്. മാത്രമല്ല, ഈ ഉള്ളവൻ ഒരു പണ്ഡിതന്മാരുടെയും ഉദ്ധരണികളും സമർപ്പിക്കാതെയാണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് എന്ന് മുഹ്സിൻ അഭിപ്രായപ്പെടുന്നുമുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിനു മുമ്പ് 4-5 വിഷയങ്ങൾ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ വെച്ചുകൊണ്ട് ഈ ഉള്ളവൻ സംസാരിച്ചിരുന്നു. വലാഹും ബറാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആധുനിക പണ്ഡിതന്മാരുടെ ഫത്വകൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗുരുതരമായ ഫിത്നകൾ നിങ്ങളുടെ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയെല്ലാം സത്യസന്ധമായ ഇസ്ലാമികമായ നിലപാട് എന്താണ് എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെയും തഫ്സീറുകളുടെയും വെളിച്ചത്തിൽ അഹ്ലുസുന്നത്തിൻ്റെ ഉലമാക്കളുടെ വിശദീകരണ സഹിതം വളരെ കൃത്യമായി തന്നെ ഈ ഉള്ളവൻ സംസാരിച്ചപ്പോൾ അവിടെയൊന്നും പ്രതികരിക്കാത്ത വ്യക്തി മുഹ്സിൻ അദീദിന് അടിസ്ഥാന വിവരം പോലും ഇല്ലാതെയാണ് പലപ്പോഴും പല കാര്യങ്ങളും സംസാരിക്കുന്നത് എന്ന ആരോപണം വന്നപ്പോൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ ഭാഗമായി ഫിഖ്ഹി ഗ്രന്ഥങ്ങളും ചില തിസീസുകളും അതുപോലെ തന്നെ ദാറുൽ മുആഹദയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളുടെ പല ഭാഗങ്ങളുമൊക്കെ മുഹ്സിൻ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും തൻ്റെ അബദ്ധം എന്താണ് എന്ന്, ഈ വിഷയത്തിലുള്ള വിഡ്ഢിത്തരം എന്താണ് എന്ന് ഒരിക്കൽ കൂടി വെളിവാക്കുകയാണ് മുഹ്സിൻ അദീദ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ഫിഖ്ഹിന്റെ കിതാബിലും മറ്റുമൊക്കെ വന്ന ചർച്ചകൾ അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് മുഹ്സിൻ അദീദ് തൻ്റെ വാദം സ്ഥാപിക്കാൻ വായിച്ച ഒരു ഗ്രന്ഥമുണ്ട്. ആ വായനയും അതിൻ്റെ വിശദീകരണവും നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ആധുനികനായ ഒരു ആള്, അദ്ദേഹം മറ്റേ സൗദിയിലുള്ള ജാമ്യത്തുൽ മലിക്കെന്നോ മറ്റോ പുറത്തിറക്കിയ ഒരു ദക്തൂറുണ്ട്, ഒരു തീസീസ് ഉണ്ട്. ആ തീസീസിൽ അദ്ദേഹം കുറച്ചുകൂടി ഒരു എളുപ്പമുള്ള ഭാഷയിൽ അദ്ദേഹം പറഞ്ഞേക്കണം. അബ്ദുല്ലാഹ് ബിൻ ഇബ്രാഹിം തുറൈഖി അദ്ദേഹത്തിന്റെ തആമുൽ മഅ ഗൈറിൽ മുസ്ലിമീൻ ഉസൂലു മുആമലതിഹിം വസ്തിഅമാലുഹും എന്ന കിതാബിൽ അദ്ദേഹം വിവരിച്ചതായി കാണാം. ദാറുൽ അഹ്ദി വൽ മുവാദഅ, കരാറിൽ ഏർപ്പെട്ട രാജ്യം എന്ന് പറഞ്ഞാൽ വഹിയൽ ദാറുല്ലത്തി തർതബിതു മഅ ദാരിൽ ഇസ്ലാമി ബിഉഹൂദിൻ വമവാസിഖ്. കരാറിൽ ഏർപ്പെട്ട രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് കരാറുകളും മീസാക്കുകളും വെച്ചു പുലർത്തുന്ന രാജ്യങ്ങളാണ്. ഇമ്മ മുഹാദനത്തൻ വ ഇമ്മ മുസാലഹത്തൻ അലൽ ബഖാഇ ഫിൽ അർദി ബഅദ ഫത്ഹിഹ. ഇത് ചിലപ്പോൾ മുഹാദനത്തിന്റെ രൂപത്തിലും മുസാലഹത്തിന്റെ രൂപത്തിലും രണ്ട് ഇസ്ലാഹുകളാണ്. മുഹാദന, മുസാലഹ. അലൽ ബഖാഇ ഫിൽ അർദി ബഅദ ഫത്ഹിഹ, ആ നാട്ടിൽ അവർക്ക് താമസിക്കാനുള്ള അനുവാദം നൽകുക എന്നുള്ള വിധത്തിൽ അവരുമായിട്ട് മുസ്ലിങ്ങളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളാണ്. ഇത് പഴയ കാലഘട്ടത്തിലെ താരീഫുമായി ബന്ധപ്പെട്ടിട്ടാണ്. പൊതുവെ ഇന്ത്യയെക്കുറിച്ച് ദാറു അഹ്ദ് എന്ന് ഞാൻ മാത്രമൊന്നല്ല പറയുന്നത്, പല ആൾക്കാരും പറയുന്നുണ്ട്. പലപ്പോഴും ഇവരുടെ തന്നെ പ്രസംഗങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്, ഈ ദാറു അഹ്ദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ദാറു അഹ്ദാണെന്നുള്ളത്.
ദാറുൽ അഹദിന് ഫിഖിന്റെ കിതാബുകൾ കൊടുത്ത താരീഫാണിത്. സഹോദരങ്ങളെ, ഇവിടെ ദാറുൽ അഹദിന് ഫിഖിന്റെ കിതാബിൽ കൊടുത്ത നിർവചനമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് മുഹ്സിൻ അയ്ദി സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന കാര്യം എന്താണ്? നമ്മുടെ ഇന്ത്യ രാജ്യം ദാറുൽ അഹദാണ്, കരാറിൽ ഏർപ്പെട്ട രാജ്യമാണ് എന്ന്. ഇവിടെ ഈ കിതാബിൽ പറഞ്ഞ ഈ ഒരു പദം അത് ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് ബാധകമാകുന്ന നിർവചനമല്ല. അതുകൊണ്ടാണ് ആ ഉദ്ധരണി പൂർണ്ണമായും വായിക്കാതെ, ഇനി വായിച്ച ഭാഗത്തിന് തന്നെ അതിൻ്റെ അവസാന ഭാഗത്തുള്ള അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബഅദ ഫത്ഹിഹ എന്ന ഭാഗം, അതിൻ്റെ അർത്ഥം മുഹ്സിൻ അയ്ദി ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ ഡോക്ടർ അബ്ദുല്ല ഇബ്നു ഇബ്രാഹിം തുറൈക്കി അദ്ദേഹത്തിൻ്റെ തീസീസിൽ എഴുതിയിട്ടുള്ളത്? ദാറുൽ അഹദ് അൽ മുവാദഅ എന്ന അധ്യായത്തിൽ അദ്ദേഹം എഴുതുകയാണ്, വഹിയ ദാറുല്ലത്തി തർത്തബിത്തു മഅ ദാരിൽ ഇസ്ലാമി ബിഉഹൂദി വ മുവാസിഖ്. മുസ്ലിം രാജ്യവുമായി കരാറുകളിലും ഉടമ്പടികളിലുമൊക്കെ ഏർപ്പെടുന്ന അമുസ്ലിം രാജ്യമാകുന്നു ദാറുൽ അഹദ്. ഇമ്മാ മുഹാദനത്തൻ വ ഇമ്മാ മുസാലഹത്തൻ അലൽ ബഖാഇ ഫിൽ അർളി ബഅദ ഫത്ഹിഹ. ആ രാജ്യത്തെ ഫത്ഹാക്കിയതിന് ശേഷം അവിടുത്തെ ആ നാട്ടിലെ ആളുകൾ, ആ നാട്ടിലുള്ളവർ അവിടെ അവശേഷിക്കുന്നതാണ്, നിലനിൽക്കുന്നതാണ്. എങ്ങനെ? ഒരു യുദ്ധവിരാമത്തിൻ്റെ സന്ധിയിലൂടെ അല്ലെങ്കിൽ സമാധാന കരാറിലൂടെ, അല അൻ തഖൂന ലഹും, അതായത് അമുസ്ലിങ്ങൾക്ക് തന്നെയാണ് ആ രാജ്യം, പക്ഷേ വയദ്ഫഊന മുഖാബില ദാലിക ഖറാജ, എന്നാൽ അതിന് പകരമായി ആ നാട്ടിലെ ആളുകൾ, അമുസ്ലിങ്ങളായ ആ നാട്ടുകാർ മുസ്ലിം രാജ്യത്തിന് ഖറാജ് നൽകണം. അഥവാ അമുസ്ലിങ്ങൾക്ക് ആ രാജ്യം ലഭിക്കുന്നതിന് പകരമായിട്ട് മുസ്ലിം രാജ്യത്തിന് ടാക്സ് കൊടുക്കുകയും വേണം എന്നാണ് ദാറുൽ അഹദിനെ കുറിച്ച് ഡോക്ടർ തുറൈക്കി വിശദീകരിക്കുന്നത്. സഹോദരങ്ങളെ, ഇതാണ് ദാറുൽ അഹദിൻ്റെ നിർവചനമായിട്ട് മുഹ്സിൻ അയ്ദി ഇത് വായിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ഭാഗം. എന്തൊരു വലിയ കൃത്രിമമാണ് മുഹ്സിൻ അയ്ദി ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതെങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? യാതൊരു നിലക്കും സൂക്ഷ്മത കാണിക്കാത്ത വർത്തമാനമാണ് മുഹ്സിൻ അയ്ദി ഇവിടെ ചർച്ചാ വിഷയത്തെ കബളിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതൊരിക്കലും ഒരു മുസ്ലിം രാഷ്ട്രവുമായി കരാറുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ സമാധാനമായി കഴിയുന്നത് എന്ന ഭീമാബദ്ധം സ്ഥാപിക്കാൻ മുഹ്സിൻ അയ്ദി ഇതിന് തെളിവാവുകയില്ല. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ച നിർവചന പ്രകാരം ദാറുൽ അഹദ്, ദാറു മുഹാദന ഇതൊന്നും പറയാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ആ ഉദ്ധരണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബഅദ ഫത്ഹിഹ എന്ന ഭാഗം, ആ രാജ്യത്തെ ഫത്ഹാക്കിയതിന് ശേഷം എന്ന ഭാഗം, അതിൻ്റെ അർത്ഥം പോലും പറയാതെ ആ ഭാഗം മുഹ്സിൻ അയ്ദി ഇത് മുക്കിക്കളയുന്നത്. അതും പോരാഞ്ഞിട്ട് അതിനുശേഷമുള്ള വയദ്ഫഊന മുഖാബില ദാലിക ഖറാജ, എന്നാൽ അതിനു പകരമായി ആ നാട്ടിലെ ആളുകൾ മുസ്ലിം രാജ്യത്തിന് ഖറാജ് നൽകണം, ടാക്സ് നൽകണം എന്ന ഭാഗം, അത് മുഹ്സിൻ അയ്ദി ഇത് വായിക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ആ ഒരു ഭാഗം അവിടെ വായിച്ചു കഴിഞ്ഞാൽ മുഹ്സിൻ അയ്ദി ഇതിൻ്റെ വാദം അവിടെ തന്നെ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ ചെയ്യുന്ന രൂപത്തിൽ പച്ചയായ കട്ടുമുറിക്കലാണ് മുഹ്സിൻ അയ്ദി ആ ഉദ്ധരണിയിൽ ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇവിടെ മുഹ്സിൻ അയ്ദി ഇത് വായിച്ച് കബളിപ്പിക്കാൻ ശ്രമിച്ച ആ ഒരു ഉദ്ധരണിയിലെ യഥാർത്ഥ ആശയം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദാറുൽ അഹദ്, ദാറുൽ മുആദഹ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമുസ്ലിം രാജ്യത്തെ പിടിച്ചടക്കുന്നതിന് പകരം മുസ്ലിം ഭരണാധികാരി അതിന് പകരം ആ രാജ്യത്തെ ആളുകളുമായി അല്ലെങ്കിൽ ആ രാജ്യവുമായി ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. എന്താണ് ആ കരാർ? അതായത് അമുസ്ലിങ്ങൾക്ക് ആ രാജ്യം അവരുടെ രാജ്യമായി നിലനിൽക്കുന്നതാണ്, പക്ഷേ അവർ അതിന് പകരമായി മുസ്ലിം രാജ്യത്തിന് ടാക്സ് അടക്കണം. ഈ ഒരു നിബന്ധനയോട് കൂടി ഒത്തുതീർപ്പിലാവുക എന്നതാണ് ശരിക്ക് ദാറുൽ അഹദ്, മുആഹദ എന്നതുകൊണ്ടൊക്കെ ഫിഖി ഗ്രന്ഥങ്ങളിൽ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം അല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ളത്. അങ്ങനെ ഒരിക്കലും ബുദ്ധിയുള്ള ആർക്കും പറയാൻ സാധിക്കുകയില്ല. ആ നിലക്ക് നമ്മുടെ രാജ്യം അത് ദാറുൽ അഹദാണ്, ദാറുൽ മുആഹദയാണ് എന്ന് പറയുന്നത് തീർത്തും അബദ്ധം തന്നെയാണ് എന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ സഹോദരങ്ങളും തിരിച്ചറിയണം. സഹോദരങ്ങളെ, മുഹ്സിൻ അയ്ദി ഇതിനു മുമ്പ് സംസാരിച്ച ആ മഹാ അബദ്ധം അതിനെ ന്യായീകരിക്കാൻ ഒരു ഫിഖ്ഹിന്റെ കിതാബ് കൊണ്ടും സാധിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം മുഹ്സിൻ അയ്ദി ഇത് വാദിച്ച കാര്യം ദീനിനും ബുദ്ധിക്കും എതിരായിട്ടുള്ള കാര്യമാണ്. മദ്ഹബിന്റെയും ഫിഖ്ഹിന്റെയും ഒക്കെ കിതാബുകളിൽ
ദാറുൽ അഹദിനെ കുറിച്ചും രാജ്യങ്ങൾ ഫതഹാക്കുന്നതിനെ കുറിച്ചും ഖറാജ് നൽകുന്നതിനെ കുറിച്ചുമൊക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് എന്ന് മൊഹ്സിൻ അയ്ദീദ് പറയുന്നുണ്ട്. എന്നാൽ അതൊരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞാൽ മാത്രം പോരാ. ഇസ്തിലാഹയായ പല പദങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മൊഹ്സിൻ അയ്ദീദ് ഒരിക്കലും ധരിച്ചു പോകരുത്. ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രവുമായി കരാറുള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ സമാധാനമായി ജീവിക്കുന്നത് എന്ന ആ ഒരു വാദം സ്ഥാപിക്കാൻ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ ഒരൊറ്റ ഉദ്ധരണിയും കൊണ്ടുവരാൻ മൊഹ്സിൻ അയ്ദീദിന് സാധിക്കുകയില്ല. സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വളരെ പ്രസിദ്ധമായ കുവൈത്തിലെ വിസാറത്തുൽ ഔഖാഫ് പുറത്തിറക്കിയ അൽ മൗസൂഅത്തുൽ ഫിഖ്ഹിയ്യ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച ഫിഖിന്റെ വലിയ ഒരു സമാഹാരമാണ് ഇത്. കർമ്മശാസ്ത്ര വിഷയങ്ങളിലെ ഒരു എൻസൈക്ലോപീഡിയയാണ് ഈ ഒരു ഗ്രന്ഥം. ഇതിൻ്റെ 20-ാം വാള്യത്തിൽ ദാറുൽ അഹദ് എന്ന ഒരു അധ്യായമുണ്ട്. എന്താണ് ദാറുൽ അഹദ്? ദാറുൽ അഹദും ദാറുൽ ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദാറുൽ അഹദിൻ്റെ വ്യത്യസ്ത നാമങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? അതിൻ്റെ ഉപാധികൾ എങ്ങനെയൊക്കെയാണ്? ഇതൊക്കെയാണ് ഈ അധ്യായത്തിലെ ചർച്ചാ വിഷയം. അവിടെ എന്താണ് ദാറുൽ അഹദ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ആ ഫിഖിഹിയായ വിശദീകരണം നമുക്ക് ഇങ്ങനെ വായിക്കാം. വദാറുൽ അഹദി ഹിയ, ദാറുൽ അഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുല്ലു ബലദിൻ, ഏതൊരു നാടും സ്വാലഹൽ ഇമാമു അഹ്ലഹ, ആ നാട്ടുകാരുമായി മുസ്ലിം ഭരണാധികാരിയായ ഇമാം സുൽഹുണ്ടാക്കിയിട്ടുണ്ട്, അഥവാ ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അലാ അൻ തകൂന തിൽക്കൽ അർദുലഹും, ആ ഭൂമി അഥവാ ആ നാട് അത് അവർക്കുള്ളതാണ്. അതായത് ആ നാട്ടുകാരായ അമുസ്ലിങ്ങൾക്കുള്ള നാടാണ് അത് എന്ന് മുസ്ലിം ഭരണാധികാരിയായ ഇമാം അവരുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വലിൽ മുസ്ലിമീനൽ ഖറാജു അൻഹാ, മുസ്ലിങ്ങൾക്കാകട്ടെ അതിന് പകരമായി അവർ ടാക്സ് അടക്കുകയും വേണം. ഈ ദാറുൽ അഹദിനെ വതുസമ്മ ദാറൽ മുവാദഅ വദാറസ് സുൽഹ് വദാറൽ മുആഹദ, അതിന് നൽകപ്പെടുന്ന പേരാണ് ദാറൽ മുവാദഅ, അല്ലെങ്കിൽ ദാറസ് സുൽഹ്, അല്ലെങ്കിൽ ദാറൽ മുആഹദ. ഇതാണ് ദാറുൽ അഹദിന്റെ നിർവചനമായി കൊണ്ട് ഫിഖി ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് അതേ ഗ്രന്ഥത്തിൽ തന്നെ അതേ പേജിൽ തന്നെ പറയുന്നുണ്ട് ദാറുൽ അഹദുമായി ബന്ധപ്പെട്ട പല ഹുക്മുകളും. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ് അൽ അഹ്കാമുൽ മുതഅല്ലിഖത്തു ബിദാറുൽ അഹദ്, ദാറുൽ അഹദുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന ഭാഗത്ത് എന്താണ് അവിടെ ഒരു നിയമമായി പറയുന്നത്? യജൂസു അൻ യഅഖിദൽ ഇമാമു മഅ അഹ്ലിൽ ഹർബി അഹ്ദൻ ലിൽ മസ്ലഹത്തി, മുസ്ലിം ഇമാമിന് അല്ലെങ്കിൽ ഭരണാധികാരിക്ക് അഹ്ലുൽ ഹർബുമായിട്ട് മസ്ലഹത്തിന് വേണ്ടി ഒരു കരാറിൽ ഏർപ്പെടുന്നത് അനുവദനീയമാകുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി ദാറുൽ അഹദ് ദാറുൽ ഹർബാണ്, അവരുമായിട്ടാണ് കരാറിൽ ഏർപ്പെടുന്നത്. ഈ ദാറുൽ ഹർബുമായിട്ട് മുസ്ലിം ഭരണാധികാരി കരാറിൽ ഏർപ്പെടുകയാണ് മസ്ലഹത്തിന്റെ അടിസ്ഥാനത്തിൽ. യത്റുഖു ബി മൂജിബിഹിൽ ഖിതാല മുദ്ദത്തൻ, അതിൻ്റെ പേരിൽ അവരുമായി ഒരു കാലയളവ് വരെ യുദ്ധം നിർത്തിവെക്കുകയാണ്. അതായത് മുസ്ലിം ഭരണാധികാരി ഈ കരാറിൽ ഏർപ്പെട്ടത് കൊണ്ട് തന്നെ അഹ്ലുൽ ഹർബുമായിട്ട് മുസ്ലിം രാജ്യത്തിനുള്ള മസ്ലഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാലയളവ് വരെ യുദ്ധം നിർത്തിവെക്കുകയാണ്. ബിഇവളിൻ ഔ ബിഗൈരി ഇവളിൻ, ഒന്നുകിൽ പകരം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പകരം കൊടുക്കാതെ. ഫതകൂനു തിൽക ദാറു ദാറ അഹ്ദിൻ, അങ്ങനെ ആ മുസ്ലിം നാടാണ് അഹദിന്റെ നാടായി മാറുന്നത്, ദാറുൽ അഹദായി മാറുന്നത്. ഇതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ദാറുൽ അഹദിന്റെ പ്രധാനപ്പെട്ട നിയമമായി പഠിപ്പിക്കുന്ന കാര്യം. ഈ പറഞ്ഞ നിയമങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ ഇന്ത്യ രാജ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. മുസ്ലിം രാഷ്ട്രത്തെ ആക്രമിക്കാതിരിക്കാൻ, മുസ്ലിം രാഷ്ട്രവുമായി യുദ്ധത്തിൽ ഏർപ്പെടാതിരിക്കാൻ, ആ യുദ്ധം നിർത്തിവെക്കുവാൻ വേണ്ടി മുസ്ലിം രാഷ്ട്രത്തിന്റെ ഭരണാധികാരി യുദ്ധം ചെയ്യുന്ന അമുസ്ലിം രാജ്യവുമായി ഏർപ്പെടുന്ന കരാറാണ് ഫിഖ്ഹിലെ ചർച്ചാ വിഷയം. അത്തരം കരാറുകൾ നിലവിലുള്ള രാജ്യത്തെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ദാറുൽ അഹദ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, മദ്ഹബിന്റെ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലും തിസീസുകളിലുമൊക്കെ യുദ്ധം നിർത്തിവെക്കുക എന്ന അർത്ഥത്തിലാണ് ഈ അഹദ്, അതുപോലെ തന്നെ ഹുദ്ന അല്ലെങ്കിൽ മുവാദഅ അല്ലെങ്കിൽ മുആഹദ, ഈ രൂപത്തിലുള്ള ഇസ്തിലാഹയായ പദങ്ങളൊക്കെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർക്കിടയിൽ തുല്ലാബുകൾക്കിടയിലൊക്കെ വാലിയായ ഇത്തരം വിശദീകരണങ്ങൾ അതെല്ലാം മനസ്സിലാക്കാൻ പ്രയാസകരമാണ് എന്ന് മൊഹ്സിൻ അയ്ദീദ് തന്നെ തുറന്ന് സംസാരിക്കുമ്പോൾ എന്തിനാണ്
അറിയാത്ത കാര്യങ്ങളിൽ വെടിപൊട്ടിച്ചുകൊണ്ട് ദീൻ പഠിക്കാൻ വരുന്ന സഹോദരങ്ങളുടെ മുമ്പിൽ താങ്കളെല്ലാം വളരെ ഭംഗിയായിക്കൊണ്ട് ഇതെല്ലാം അവതരിപ്പിക്കുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണയില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രവുമായി കരാറുള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ സമാധാനമായി കഴിയുന്നത് എന്ന മഹാ അബദ്ധം നിങ്ങളല്ലാതെ ലോകത്ത് ബുദ്ധിയുള്ള ഒരാൾ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കാരണം. ഇനി സഹോദരങ്ങളെ, ഷാഫി പണ്ഡിതനായ സക്കരിയൽ അൻസാരി രചിച്ച അസ്നൽ മത്താലിബി ഷർഹു റൗളി ത്വാലിബ് എന്ന ഗ്രന്ഥത്തിൽ എന്താണ് ദാറുൽ മുആഹദ എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥത്തിൽ കിതാബ് അഖിദിൽ ഹുദന എന്ന ഒരു അധ്യായമുണ്ട്. ഹുദന എന്ന് പറഞ്ഞാൽ യുദ്ധം നിർത്തിവെച്ചുകൊണ്ട് എല്ലാവരും സന്ധിയിൽ ഏർപ്പെടുക എന്നതാണ്. ഈ ഹുദനക്ക് പല പേരുകളുമുണ്ട്. ആ പേരുകളിൽ പെട്ടതാണ് വതുസമ്മ അൽ മുആദഅതു വൽ മുആഹദതു വൽ മുസാലമ വൽ മുഹാദന. ഇവിടെ ഈ പറഞ്ഞ മുവാദഅ, മുആഹദ, മുസാലമ, മുഹാദന എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയുള്ള പേരുകൾ കൊണ്ടൊക്കെ അറിയപ്പെടുന്നുണ്ട്. ലുഗത്തൻ ഭാഷയിൽ അൽ മുസാലഹ സന്ധിയിലേർപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. വശറൻ മതപരമായിട്ട് മതത്തിൻ്റെ സാങ്കേതികമായ ഭാഷയിൽ മുസാലഹത്തു അഹ്ലുൽ ഹർബ്, അഹ്ലുൽ ഹർബുമായി യുദ്ധക്കാരുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുക എന്നാണ് അർത്ഥം. എങ്ങനെ? അലാ തർക്കിൽ കിതാൽ, യുദ്ധം നിർത്തിവെക്കുന്ന വിഷയത്തിൽ അഹ്ലുൽ ഹർബുമായിട്ട് സന്ധിയിൽ ഏർപ്പെടുക. മുദ്ദത്തൻ മുഅയ്യനതൻ, ഒരു കാലയളവ് വരെ. ബിഇവളിൻ ഔ ഗൈരിഹി, ഒന്നുകിൽ അതിന് പകരമായിട്ട് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പകരം കൊടുക്കാതെയോ ഉള്ള സന്ധിക്കാണ് മുവാദഅ, മുവാഹദ, മുസാലമ, മുഹാദന എന്നൊക്കെ പറയുക. ഇതിനാവശ്യമായ തെളിവുകളൊക്കെ ഈ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. സുന്നത്തിലുള്ള തെളിവായി ഹുദൈബിയ സന്ധിയാണ് അതിന് ഇദ്ദേഹം അടക്കമുള്ള പല ഫുഖഹാക്കളും ഉദ്ധരിച്ചിട്ടുള്ള പ്രമാണമെന്ന് ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ ശരിക്ക് മുസാലഹത്തു അഹ്ൽ ഹർബ്, അഹ്ലുൽ ഹർബുമായി ബന്ധപ്പെട്ട യുദ്ധക്കാരുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് യഥാർത്ഥത്തിൽ മുവാദഅ, മുആഹദ എന്നൊക്കെ പറയുന്നത്. ഈ ഒരു വിഷയം കിതാബുകളൊക്കെ ഏറെ വായിക്കുന്ന മുഹ്സിൻ ഐദീദിന് ഗ്രഹിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇസ്തിലാഹയായ പദങ്ങളൊക്കെ കൊണ്ടുവന്ന് ദാറുൽ അഹദ് തെറ്റിദ്ധാരണ പരത്തുന്നവരോട് എന്ന പേരിലൊക്കെ അത് പ്രചരിപ്പിക്കേണ്ടി വന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ശ്രമം എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രവുമായി കരാറുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ സമാധാനമായി കഴിയുന്നത് എന്ന മഹാ അബദ്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് മുഹ്സിൻ ഐദീദ് സാങ്കേതികമായ ഇത്തരം പദങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുന്നത്. ഇനി സഹോദരങ്ങളെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അഹ്കാമു അഹ്ലി ദിമ്മ. ഈ ഗ്രന്ഥത്തിൽ അതിൻ്റെ 2ാമത്തെ വാള്യത്തിൽ അഹ്ലുൽ അഹദിൽപ്പെട്ട ആളുകൾ ആരാണ് എന്നൊക്കെ വിശദമായി ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള വിശദീകരിക്കുന്നുണ്ട്. അതായത് അഹ്ലുൽ അഹദ്, അഹ്ലു ദിമ്മ, അതുപോലെ അഹ്ലുൽ ഹർബ്, ഇങ്ങനെ പല രൂപത്തിലും അമുസ്ലിങ്ങളെ ഈ ഗ്രന്ഥത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. അമുസ്ലിങ്ങൾ അടിസ്ഥാനപരമായി ഒന്നെങ്കിൽ യുദ്ധക്കാരായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി കരാറിൽ ഏർപ്പെട്ട അഹദിൻ്റെ ആളുകളായിരിക്കും. ഈ കാര്യത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പഠിപ്പിക്കുകയാണ്, അൽ കുഫാറു ഇമ്മ അഹ്ലു ഹർബിൻ വ ഇമ്മ അഹ്ലു അഹദിൻ. അമുസ്ലിങ്ങൾ ഒന്നുകിൽ അഹ്ലു ഹർബായിരിക്കും, അല്ലെങ്കിൽ അഹ്ലു അഹദായിരിക്കും. വ അഹ്ലുൽ അഹദി സലാസത്തു അസ്നാഫിൻ, എന്നാൽ അഹദിൻ്റെ അഹ്ലുകാർ അവർ 3 വിഭാഗമായിരിക്കും. അഹ്ലു ദിമ്മ, ഒന്നെങ്കിൽ അവർ ദിമ്മികളായിരിക്കും. വ അഹ്ലു ഹുദന, അല്ലെങ്കിൽ അവർ ഹുദനയിൽ കഴിയുന്നവരായിരിക്കും. അതായത് യുദ്ധം നിർത്തലാക്കുന്നതിൽ മുസ്ലിം ഭരണാധികാരികളുമായിട്ട് കരാറിൽ ഏർപ്പെട്ട ആളുകളായിരിക്കും. അവരാണ് അഹ്ലുൽ ഹുദന. വ അഹ്ലു അമാനിൻ, അല്ലെങ്കിൽ അമാന് ലഭിച്ച, സുരക്ഷിതത്വം ലഭിച്ച മുസ്ലിങ്ങളായിരിക്കും. അതായത് മുസ്ലിം രാജ്യത്ത് നിന്ന് കച്ചവടത്തിനും മറ്റുമൊക്കെയായി മുസ്ലിം രാജ്യത്തേക്ക് വരാറുള്ള, മുസ്ലിം രാജ്യം അവർക്ക് അമാന് കൊടുത്തിട്ടുള്ള ആളുകൾ, അവർ അഹ്ലു അമാനാണ്. അവരെ ആരും ഉപദ്രവിക്കാൻ പാടില്ല. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട വിഭാഗം അഹ്ലു ഹുദനയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള വിശദീകരിക്കുകയാണ്, ഈ അഹ്ലു ഹുദനയും ദിമ്മികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ലാകിൻ സാറ ഫി ഇസ്തിലാഹി കസീരിൻ മിനൽ ഫുഖഹാഇ അഹ്ലു ദിമ്മ ഇബാറത്തൻ അമ്മൻ യുഅദ്ദിൽ ജിസിയ. അതായത് ധാരാളം ഫുഖഹാക്കളുടെ ഇസ്തിലാഹ പ്രകാരം, സാങ്കേതിക പ്രയോഗപ്രകാരം അഹ്ലു ദിമ്മ എന്ന് പറഞ്ഞാൽ അവർ ആരാണ്? അവർ ജിസിയ കൊടുക്കുന്നവരാണ്. വാ ഉലാഹി ലഹും ദിമ്മത്തും മുഅബ്ബദത്തുൻ, ഈ ആളുകൾക്ക് എന്നേക്കുമായ ദിമ്മയുണ്ട്, അവർക്ക് സുരക്ഷിതത്വമുണ്ട്. വഹാ ഉലാഹി ഖദ് ആഹദുൽ മുസ്ലിമീന അലാ അൻ യജ്രിയ അലൈഹിം ഹുക്മുല്ലാഹി വ റസൂലിഹി, ഇവരാകട്ടെ അവർ മുസ്ലിങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടവരാണ്. അതായത് അവരിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും
മതപരമായ നിയമങ്ങൾ നടപ്പിലാക്കുവാൻ മുസ്ലിങ്ങളുമായി കരാറിലേർപ്പെട്ടവരാണ്. അഥവാ മുസ്ലിങ്ങൾക്ക് നടപ്പിലാക്കപ്പെടുന്ന നിയമങ്ങൾ ഈ ആളുകൾക്കും ബാധകമാണ് എന്നർത്ഥം. ഇദ്ഹും മുഖീമൂന ഫിദ്ദാരില്ലത്തി യജ്രി ഫീഹാ ഹുക്മുല്ലാഹി വറസൂലിഹി. അവർ താമസിക്കുന്നത്, ഈ ദിമ്മികൾ താമസിക്കുന്നത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിയമങ്ങളൊക്കെ നടപ്പിലാകുന്ന രാജ്യത്താണ് ഈ ദിമ്മികൾ താമസിക്കുന്നത്. ബിഖിലാഫി അഹ്ലുൽ ഹുദന. എന്നാൽ അഹ്ലുൽ ഹുദനയുടെ അവസ്ഥ അങ്ങനെയല്ല, മറിച്ചാണ്. ഫഇന്നഹും സാലഹുൽ മുസ്ലിമീന അലാ അൻ യകൂനു ഫീ ദാരിഹിം. അങ്ങനെ അവർ അവരുടെ നാട്ടിൽ തന്നെ നിലകൊള്ളണമെന്ന കാര്യത്തിലാണ് മുസ്ലിങ്ങളുമായി അവർ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. സവാഉൻ കാന സുൽഹു അലാ മാലിൻ ഔ ഗൈരി മാലിൻ. ഒന്നുകിൽ ഈ കരാർ പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ പണം കൊടുക്കാതെയുമായിരിക്കും. ലാ തജ്രി അലൈഹിം അഹ്കാമുൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. അവർ അവരുടെ രാജ്യത്ത് തന്നെയാണ് ജീവിക്കുന്നത്. കമാ തജ്രി അലാ അഹ്ലി ദിമ്മ. ദിമ്മികൾക്ക് ബാധകമായതുപോലെ ഈ അഹ്ലു ഹുദനക്കാർക്ക് അഹ്കാമുൽ ഇസ്ലാം ബാധകമല്ല. ലാക്കിൻ അലൈഹിമുൽ കഫ് അൻ മുഹാറബത്തിൽ മുസ്ലിമീൻ. എന്നാൽ അഹ്ലുൽ ഹുദന അവർ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുക എന്നത് ഉപേക്ഷിക്കേണ്ടതാണ്. വാ ഉലാഹി യുസമ്മൗന അഹ്ലൽ അഹദ് വ അഹ്ല സുൽഹ് വ അഹ്ലൽ ഹുദന. ഇവർക്കാണ് ഈ പേര് നൽകപ്പെടുന്നത്. ഏത് പേര്? അഹ്ലൽ അഹദ്, അഹ്ല സുൽഹ്, അഹ്ലൽ ഹുദന. അപ്പൊ സഹോദരങ്ങളെ, ദാറുൽ അഹദിലുള്ള അഹ്ലുൽ അഹദ് ആരാണ്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ വിശദീകരിച്ചതുപോലെയാണ് അഹ്ലുൽ അഹദിന്റെ ആളുകൾ. ഈ ആളുകൾ ശരിക്ക് മുസ്ലിം ഭരണാധികാരികളോട് യുദ്ധം നിർത്തിവെക്കാൻ, യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിലാണ് കരാറിൽ ഏർപ്പെട്ട വിഭാഗം. അവരാണ് അഹ്ലുൽ അഹദും അഹ്ലു സുൽഹും അഹ്ലുൽ ഹുദനയും ഒക്കെ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെ വെറും അജ്ഞത കൊണ്ട് മാത്രമാണ് മുഹ്സിൻ ഐദീദ് തൻ്റെ പ്രസംഗത്തിൽ പല അബദ്ധങ്ങളും സംസാരിച്ചിട്ടുള്ളത്. എന്നിട്ട് അത് മുഴുവൻ ഫിഖി കിതാബിലുള്ളതാണ് എന്ന് വരുത്തി തീർക്കാനാണ് മുഹ്സിൻ ഐദീദ് ശ്രമിക്കുന്നത്. മുഹ്സിൻ തന്നെ ആ കാര്യം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഫിഖ് പഠിച്ചത് ഇങ്ങനത്തെ വിഷയങ്ങൾ മുസ്തലഹാത്തുൽ ഇസ്ലാമിലെ സാങ്കേതിക പദങ്ങൾ പഠിക്കാറുള്ളത് ഫിഖി കിതാബുകളിൽ നിന്ന്. ഇയാളെ പ്രസംഗത്തിലും ഇയാൾ പറയുന്നുണ്ട് ഡിപ്ലോമസി അറിയില്ല, എൻ്റെ ഡിപ്ലോമാറ്റിക് നിയമങ്ങൾ അറിയില്ല, അതറിയില്ല. എനിക്ക് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വലിയ വിവരമില്ല. അയാൾക്ക് അതിനെക്കുറിച്ച് വിവരമുണ്ടെങ്കിൽ അയാൾ അതിനെക്കുറിച്ച് സംസാരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ ദീനിൻ്റെ വിഷയങ്ങൾ ദീനുമായി ബന്ധപ്പെട്ട് മുസ്തലഹ് വിശദീകരിക്കുമ്പോൾ അതിന് തെളിവാക്കുക ദീനി പണ്ഡിതന്മാർ വിശദീകരിച്ച വാക്കുകളാണ്. അവരുടെ വാക്കുകളായിട്ട് ഇയാൾ എവിടെയും എന്തെങ്കിലും ഒരു വാക്ക് എടുത്തു കൊടുത്തതൊന്നും ഞാൻ കാണും ചെയ്തില്ല. സഹോദരങ്ങളെ, ദാറുൽ അഹദുമായി ബന്ധപ്പെട്ട് അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ അവർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ രേഖകൾ സഹിതം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഹ്സിൻ ഐദീദ് പറയുന്നത് എന്താ? തനിക്ക് ഡിപ്ലോമസിയൊന്നും അറിയില്ല, പക്ഷേ തനിക്ക് ഫിഖിന്റെ കിതാബിലുള്ള കാര്യങ്ങളാണ് അറിയുകയുള്ളൂ എന്നാണ്. യഥാർത്ഥത്തിൽ മുഹ്സിൻ ഐദീദിന് ഡിപ്ലോമസിയും അറിയില്ല, ഫിഖിന്റെ കിതാബിലുള്ള ഈ വിഷയത്തിലുള്ള ചർച്ചയും അറിയില്ല. ഇതാണ് വസ്തുത. മറിച്ച് അതറിയാമായിരുന്നുവെങ്കിൽ ദാറുൽ അഹദ് പോലെയുള്ള ഇസ്തിലാഹയായ പദങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ മറ പിടിച്ചുകൊണ്ട് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിന്, ഒരു മുസ്ലിം രാഷ്ട്രവുമായി കരാറുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ സമാധാനമായി കഴിയുന്നത് എന്ന ഭീമാബദ്ധം അത് ഒരിക്കലും പറയാനുള്ള അവസരം മുഹ്സിൻ ഐദീദിന് വരില്ലായിരുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ മുഹ്സിൻ ഐദീദ് തന്നെ പറയട്ടെ, ഏത് ഫിഖിന്റെ കിതാബിലാണ് മുഹ്സിൻ ഐദീദ് പറഞ്ഞതുപോലെയുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുള്ളത്? സഹോദരങ്ങളെ, ആധുനികരും പൗരാണികരുമായിട്ടുള്ള അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ അവർ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു ഇസ്തിലാഹയായ പദമാണ് ദാറുൽ മുആഹദ, ദാറുൽ അഹദ് എന്നൊക്കെ പറയുന്നത്. ഷേഖ് അബ്ദുറഹ്മാൻ ബിൻ നാസർ സഈദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫതാവ സഈദിയിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ഫനഖൂൽ, നാം പറയുന്നു, ഖദ് ദക്കറ അഹ്ലുൽ ഇൽമി റഹിമഹുമുല്ലാഹ് അൽ ഫർഖ ബൈന ബിലാദിൽ ഇസ്ലാമി വ ബിലാദിൽ കുഫാർ. ഇസ്ലാമിന്റെ നാടും അമുസ്ലിങ്ങളുടെ നാടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഫബിലാദുൽ ഇസ്ലാം അല്ലത്തി യഹ്കുമുഹ അൽ മുസ്ലിമൂൻ. ഇസ്ലാമിക നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം മുസ്ലിങ്ങൾ ഭരണം നിർവഹിക്കുന്ന നാടാകുന്നു. വത്തജ്രി ഫീഹ അൽ അഹ്കാമുൽ ഇസ്ലാമിയ്യ. ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാകുന്ന നാടാകുന്നു അത്. വയകൂനു നുഫൂദു ഫീഹ ലിൽ മുസ്ലിമീൻ. മുസ്ലിങ്ങൾക്കായിരിക്കും ആ നാട്ടിൽ അധികാരമുള്ളത്. വലൗ കാന ജുംഹൂറു അഹ്ലിഹ കുഫാറ. അതിലുള്ള ബഹുഭൂരിഭാഗം ജനങ്ങളും അമുസ്ലിങ്ങളാണെങ്കിൽ തന്നെ മുസ്ലിങ്ങൾ ഭരിക്കുകയും മുസ്ലിങ്ങൾക്ക് അധികാരവുമുള്ള നാട് ബിലാദുൽ ഇസ്ലാം ആകുന്നു.
വബിലാദുൽ കുഫ്രി ഉദ്ദുഹ, എന്നാൽ കുഫ്രിന്റെ നാടെന്ന് പറയുന്നത് അതിന്റെ വിപരീതമായതാണ്. ഫഹിയല്ലത്തി യഹ്കുമുഹൽ കുഫാർ, അമുസ്ലിങ്ങൾ ഭരിക്കുന്ന നാടാകുന്നു അത്. വതജ്രി ഫീഹ അഹ്കാമുൽ കുഫ്ർ, കുഫ്രിന്റെ നിയമങ്ങളാണ് ആ നാട്ടിൽ നടപ്പിലാകുന്നത്. വയകൂനു നുഫൂദു ഫീഹാ ലിൽ കുഫാർ, അവിടെ അധികാരം അമുസ്ലിങ്ങൾക്കായിരിക്കും. വഹിയ അല നൗഐൻ, ഈ അമുസ്ലിങ്ങളുടെ നാട് അത് രണ്ട് തരമാക്കി തിരിക്കാം. ബിലാദു കുഫാരിൻ ഹർബിയീന വ ബിലാദു കുഫാരിൻ മുഹാദനീന, യുദ്ധക്കാരായ അമുസ്ലിങ്ങളുടെ നാടും അതേപോലെ തന്നെ കരാറിലേർപ്പെട്ട മുസ്ലിങ്ങളുടെ നാടും. ബൈനഹും വ ബൈനൽ മുസ്ലിമീന സുൽഹുൻ വ ഹുദ്നത്തുൻ, അപ്പോൾ കരാറിലേർപ്പെട്ട അമുസ്ലിങ്ങളുടെ നാടെന്ന് പറയുമ്പോൾ അവർക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ സന്ധിയുണ്ട്, അതേപോലെ യുദ്ധം ഉപേക്ഷിക്കലുമുണ്ട്, യുദ്ധം നിർത്തലുമുണ്ട്. ഫതസീറു ഇദാ കാനത്തിൽ അഹ്കാമു ലിൽ കുഫാരി വ നുഫൂദു ലഹും ദാറ കുഫാരിൻ, അപ്പൊ നിയമങ്ങളൊക്കെ ഇസ്ലാമികമല്ലാത്ത അമുസ്ലിങ്ങളുടെ നിയമങ്ങളാണെന്നും അവർക്കാണ് അവിടെ അധികാരമുള്ളത്, അതുകൊണ്ട് അത് ദാറുൽ കുഫ്റാണ്. വലൗ കാന ബിഹാ കസീറു മിനൽ മുസ്ലിമീൻ, ധാരാളം മുസ്ലിങ്ങൾ ആ നാട്ടിൽ വസിക്കുന്നുണ്ട് എങ്കിൽ തന്നെ വകുല്ലു അഹദിൻ യഅരിഫു വലാ യശുഖു, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, ആർക്കും അതിൽ സംശയവുമില്ല. ഏത് കാര്യം? അന്നൽ ഇറാഖ വൽ ബഹ്റൈനി വഗൈറുഹുമാ മിനൽ ബിലാദിൽ മുജാവിറത്തി വനഹ്വിഹാ, തീർച്ചയായിട്ടും ഇറാഖ്, ബഹ്റൈൻ അങ്ങനെയുള്ള മറ്റു സമീപത്തുള്ള അയൽപക്ക രാജ്യങ്ങളൊക്കെ മിനൽ മുസ്തഅമറാത്തിൽ ഇൻജിലീസിയ, ഇംഗ്ലീഷുകാരുടെ അധിനിവേശത്തിന് ഇരയായ നാടുകളാകുന്നു അവ. വഅന്നഹും ഹുമുല്ലദീന ലഹുമുൻ നുഫൂദു വൽ ഹുക്മു ബിഹാ, ഈ ഇംഗ്ലീഷുകാർക്കാണ് ഈ പറഞ്ഞ നാട്ടിലൊക്കെ അധികാരവും ഭരണവുമൊക്കെ ഉള്ളത്. അതായത് ഈ ഇറാഖിലും ബഹ്റൈനിലുമൊക്കെ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഇവിടെ ഷേഖ് പറയുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഷേഖ് സഅദി റഹിമഹുള്ള പറഞ്ഞ കാര്യമാണ് ഇത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. എന്നിട്ട് ഷേഖ് തുടർന്ന് എഴുതുകയാണ്, വലാകിന്നഹും യദ്ഖുലൂന ഫിൽ കുഫാരിൽ മുഹാദനീന, എന്നാൽ ഉടമ്പടിയിലേർപ്പെട്ട കുഫാറുകളുടെ നാടിലാണ് അവരുടെ ആ നാട് ഉൾപ്പെടുക. ലിമാ ബൈനഹും വബൈനൽ മുസ്ലിമീന മിനൽ അമാൻ, അതായത് അവർക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ അമാനുണ്ട്, സുരക്ഷിതത്വത്തിന്റെ ഒരു കരാറുണ്ട്. എന്താണ് ആ സുരക്ഷിതത്വം? ഫി അദമി തഅദ്ദി അഹദിഹിമാ അലൽ ആഖരി, അവരിൽ ആരും തന്നെ മറ്റുള്ളവരെ ആക്രമിക്കുകയില്ല എന്ന ഒരു അമാന് പരസ്പരം കൈമാറിയിട്ടുണ്ട്. വർത്തിബാത്തി തിജാറത്തി കമാ ഹുവ മഅറൂഫുൻ ലികുല്ലി അഹദിൻ, അതേപോലെ തന്നെ കച്ചവടവുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെയുണ്ട്, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എന്നാണ് ഷേഖ് സഅദി റഹിമഹുള്ള പഠിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇറാഖിലും ബഹ്റൈനിലുമൊക്കെ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ആ സമയത്ത് അവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുണ്ടായിട്ടും അത് ദാറുൽ ഇസ്ലാം അല്ല, മറിച്ച് അത് ദാറുൽ കുഫറിൽപ്പെട്ട ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കീഴിൽ മുസ്ലിങ്ങളുമായി പരസ്പരം കരാറിലേർപ്പെട്ട ഒരു രാജ്യമായിട്ടാണ് ആ ഒരു നാടിനെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുള്ള വിശേഷിപ്പിക്കുന്നത്. ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം അവിടെ നിലനിന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു കരാറിന്റെ ആവശ്യകതയും അതിന്റെ വ്യവസ്ഥയും ആ രാജ്യങ്ങളിലൊക്കെ ആവശ്യമായി വന്നത് എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നത്. ദാറുൽ ഹറബിന്റെ ലക്ഷണങ്ങൾ പ്രകടമായതിന്റെ അടിസ്ഥാനത്തിലാണ് ചില കരാറുകളുടെ വ്യവസ്ഥയിൽ ആ നാടിനെ ദാറുൽ മുആഹദ എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത് എന്നർത്ഥം. അപ്പോൾ മുആഹദയുമായി ബന്ധപ്പെട്ട ഏത് അവസ്ഥയും നമ്മൾ പരിശോധിച്ചാൽ ഫുഖഹാക്കളുടെ നിർവചനത്തിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, യുദ്ധക്കാരുമായിട്ടുള്ള കരാറാണ് ഇവിടെ ഒന്നാമത്തെ വിഷയം, അഥവാ ദാറുൽ ഹർബുമായി ബന്ധപ്പെട്ട കരാറാണ് ഇത്. അങ്ങനെ കരാറിലൂടെ യുദ്ധത്തിന്റെ അന്തരീക്ഷം ഒഴിവായി കഴിഞ്ഞാൽ ആ ദാറുൽ ഹർബ് പിന്നീട് ദാറുൽ അഹദായി മാറും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മുഹാരിബീങ്ങളുമായിട്ടുള്ള കരാറാണ് ഈ കരാർ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ വിഷയം, ഈ കരാർ എന്ന് പറഞ്ഞാൽ അത് ഏത് വിഷയത്തിലാണ്? മുസ്ലിം നാടിനെ ആക്രമിക്കാൻ പാടില്ല എന്ന വിഷയത്തിലാണ്. മുസ്ലിം നാടുമായിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന വ്യവസ്ഥയിൽ യുദ്ധം നിർത്തിവെക്കാനുള്ള അല്ലെങ്കിൽ യുദ്ധം ഒഴിവാക്കാനുള്ള കരാറാണ് ഇത്. തർക്കുൽ കിത്താലാണ് അതിൻ്റെ താല്പര്യമെന്ന് ഫുഖഹാക്കൾ വിശദീകരിച്ചത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് പോയിന്റുകളും ഒരിക്കലും നിലവിൽ നമ്മുടെ ഇന്ത്യ രാജ്യവുമായി ബന്ധമുള്ള വിഷയമേ അല്ല എന്നാണ് ഫിഖിന്റെ കിതാബ് വായിക്കുന്ന മൊയ്സീൻ ഐദീദ് ആദ്യം പഠിക്കേണ്ടത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ഒരു കാലഘട്ടത്തിൽ അമുസ്ലിം രാജ്യങ്ങളും
ഇസ്ലാമിക രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകളും അന്തർദേശീയ ബന്ധങ്ങളും അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ വിവരിച്ചു തന്നിട്ടുള്ള ദാറുൽ അഹദ് എന്ന ആ സാങ്കേതികമായ പദത്തിന്റെ നിർവചനത്തിന് വിധേയമേ അല്ല എന്നതാണ്. ആധുനിക കാലഘട്ടത്തിലെ അന്താരാഷ്ട്ര നിയമങ്ങളും ഉടമ്പടികളും അതേപോലെ തന്നെ ഒരു രാജ്യത്തിനകത്തുള്ള ഭരണഘടന നിയമങ്ങൾ ദാറുൽ അഹദിന് നൽകിയ നിർവചനത്തിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമല്ല എന്ന് തിസീസുകൾ തയ്യാറാക്കിയ പണ്ഡിതന്മാർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ഈ വിഷയത്തിൽ ധാരാളം പഠനങ്ങളും തിസീസുകളും ഇന്ന് ലഭ്യമാണ്. ഡോക്ടർ അബ്ദുൽ അസീസ് ഇബ്നു മബ്രൂക്ക് അൽ അഹ്മദി രചിച്ച ഇഖ്തിലാഫുദ്ദാറൈനി വആസാറുഹു ഫി അഹ്കാമി ശരീഅത്തിൽ ഇസ്ലാമിയ്യ എന്ന ഗ്രന്ഥം അതിന് മികച്ച ഒരു ഉദാഹരണമാണ്. രാജ്യങ്ങളുടെ നിയമപരമായ വ്യത്യാസവും ഇസ്ലാമിക ശരീഅത്തിന്റെ വിധികളിൽ അതിൻ്റെ സ്വാധീനങ്ങളും എന്നതാണ് ഈ പേരിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മളുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളെ നോക്കിക്കാണേണ്ടത് എന്നതാണ്. ഇത് കൃത്യമായി നമുക്ക് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു വിഷയമാണ്. ഇൻ ഡിഫൻസ് ഓഫ് ഇസ്ലാം ഇൻ ദ ലൈറ്റ് ഓഫ് ഇവന്റ്സ് ആഫ്റ്റർ സെപ്റ്റംബർ 11 എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. 2006 ദഅ്വാ ബുക്സ് അതിൻ്റെ വിവർത്തനം പുറത്തിറക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 11 ഇസ്ലാമിന് പറയാനുള്ളത് എന്ന പേരിൽ ഈ ഗ്രന്ഥം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമി റഹിമഹുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ സംസാരം നമുക്ക് കാണാം. ഇവിടെ എടുത്തു പറഞ്ഞ ഇബ്നു ഉസൈമി റഹിമഹുള്ളയുടെ ഈ ദർസ് ജൂലൈ 28 2000 UK ബർമിംഗ്ഹാം എന്ന സ്ഥലത്തുള്ള ഏതാനും മുസ്ലിം സഹോദരങ്ങൾ സംഘടിപ്പിച്ചതാണ്. അന്ന് റെക്കോർഡ് ചെയ്ത ഷെയ്ഖിന്റെ ആ സംസാരം ഇന്നും നിങ്ങൾക്ക് ഈ കാണുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമി റഹിമഹുള്ള നൽകിയ ഈ ഒരു ഉപദേശം വളരെ പ്രസക്തമാണ്. أيها الشباب المسلم أدعوكم إلى احترام الآخرين الذين لهم حق الاحترام ممن بينكم وبينهم عهد فإن البلاد التي أنتم فيها بينكم وبينهم عهد ولولا ذلك لقتلوكم أو أخرجوكم. സഹോദരങ്ങളെ, ഇവിടെ നൽകിയ ഈ ഉപദേശമാണ് സെപ്റ്റംബർ 11 ഇസ്ലാമിന് പറയാനുള്ളത് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ആ ഭാഗം നമുക്ക് ഇങ്ങനെ വായിക്കാം. നിങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരെയും, അതായത് മുസ്ലിങ്ങൾ, സംരക്ഷണത്തിൻ്റെ കരാർ നൽകപ്പെട്ടവരെയും, അതായത് അമുസ്ലിങ്ങൾ, ആദരിക്കാൻ ഞാൻ ഉപദേശിക്കുന്നു. കാരണം നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ അവരുമായി നിങ്ങൾക്ക് അങ്ങനെ ഒരു കരാറുണ്ട്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ അവർ നിങ്ങളെ വധിക്കുകയോ പുറത്താക്കുകയോ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കരാർ നിങ്ങൾ സൂക്ഷിക്കുക. അതിനോട് വിശ്വാസവഞ്ചന കാണിക്കരുത്. കാരണം വിശ്വാസവഞ്ചന എന്നത് കപടവിശ്വാസികളുടെ ലക്ഷണമാണ്, വിശ്വാസികളുടെ മാർഗമല്ല. പ്രവാചകനിൽ നിന്നും സ്വഹീഹായി വന്ന ഒരു റിപ്പോർട്ടിൽ ഇപ്രകാരം പറഞ്ഞത് നിങ്ങൾ അറിയുക: സംരക്ഷണ കരാർ നൽകപ്പെട്ട ഒരാളെ ആരെങ്കിലും വധിച്ചാൽ അവൻ സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കുകയില്ല. വിവരദോഷികളായ ആളുകളുടെ വാക്കുകളിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. അവർ പറയുന്നു, ആ ആളുകൾ അമുസ്ലിങ്ങളാണ്, അതിനാൽ അവരുടെ സമ്പത്ത് നമുക്ക് അനുവദനീയമാണ്. അതായത് അത് അപഹരിച്ച് ദുർവിനിയോഗം ചെയ്യുവാനും കൊള്ളയടിച്ചും വധിച്ചും അവ കൈക്കലാക്കാനുള്ള സ്വാതന്ത്ര്യം. അള്ളാഹുവാണേ, ഇത് അസത്യമാണ്. ഇത് അള്ളാഹുവിൻ്റെ മതത്തെക്കുറിച്ചും ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ചും കള്ളം പറയലാണ്. എൻ്റെ സഹോദരന്മാരെ, യുവാക്കളെ, മുസ്ലിങ്ങളെ, നിങ്ങളുടെ ക്രയവിക്രയങ്ങളിലും വാടകക്കും പാട്ടത്തിനും കൊടുക്കുന്നതിലും നിങ്ങളുടെ ഇടപാടുകളിലും നിങ്ങൾ സത്യസന്ധത പാലിക്കുക. എന്തെന്നാൽ സത്യസന്ധത സത്യവിശ്വാസികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. സത്യസന്ധത പാലിക്കാൻ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും സത്യവാന്മാരുടെ കൂട്ടത്തിൽ ആയിരിക്കുകയും ചെയ്യുക. സൂറത്ത് തൗബ 119. പ്രവാചകൻ സത്യസന്ധത പ്രോത്സാഹിപ്പിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, സത്യസന്ധതയിൽ അടിയുറച്ചു നിൽക്കുക. സത്യസന്ധത നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കുന്നു. ഒരു വ്യക്തി സത്യസന്ധനായിരുന്നാൽ അവൻ സത്യസന്ധനായി തുടരാൻ ശ്രമിക്കുകയും ഒരു സത്യസന്ധനായ വ്യക്തിയായി അള്ളാഹു തന്നെ അവനെ രേഖപ്പെടുത്തുകയും ചെയ്യും. അസത്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അസത്യത്തെ സൂക്ഷിക്കുക. അസത്യം ദുഷ്ടതയിലേക്കും ദുഷ്ടത നരകത്തിലേക്കും നയിക്കുന്നു. ഒരു വ്യക്തി അസത്യവാനായിരുന്നാൽ അവൻ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും അള്ളാഹു അവനെ ഒരു വലിയ നുണയനായി രേഖപ്പെടുത്തുന്നതുവരെ നുണ പറയുകയും ചെയ്യും. എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ,
യുവാക്കളെ, നിങ്ങളുടെ സഹോദരങ്ങളോടും നിങ്ങളുടെ കൂടെ വസിക്കുന്ന അമുസ്ലിങ്ങളോടും സത്യസന്ധരായിരിക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നവരായി തീരുക. മുസ്ലിങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവും സത്യസന്ധതയും വ്യവഹാരവും കണ്ട് ആകർഷിക്കപ്പെട്ട് ഇസ്ലാം മതം സ്വീകരിച്ച എത്രയെത്ര ആളുകളാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. സഹോദരങ്ങളെ, ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പഠിപ്പിക്കുന്ന കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഷേഖ് പറയുന്നത്? നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ അവരുമായി നിങ്ങൾക്ക് അങ്ങനെ ഒരു കരാറുണ്ട്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ അവർ നിങ്ങളെ വധിക്കുകയോ പുറത്താക്കുകയോ ചെയ്യുമായിരുന്നു എന്നാണ്. ഇതാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പഠിപ്പിക്കുന്നത്. ഇത് ദാറുൽ അഹദ് എന്ന അർത്ഥത്തിൽ, ഇസ്തിലാഹയായ ആ ഒരു അർത്ഥത്തിലല്ല ഷേഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഈ കാര്യം പഠിപ്പിക്കുന്നത്. മറിച്ച് അത് ആധുനിക കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിനകത്തുള്ള കരാറാണ്. ആ നാട്ടിൽ താമസിക്കാനും അവിടെ ജോലി ചെയ്യാനും അവിടെ വിദ്യാഭ്യാസം നേടാനും അതുപോലെ തന്നെ സുരക്ഷയോടുകൂടി അവിടെ ജീവിക്കാനും UK എന്ന രാജ്യം നിയമപരമായി അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് ഷേഖിന്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് എത്രയോ ആളുകൾ അവിടുത്തെ പൗരന്മാരായി മുസ്ലിങ്ങളായി ആ നാട്ടിൽ ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ആ നാടിൻ്റെ ഉള്ളിലുള്ള നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അതിൽ വിശ്വാസ വഞ്ചന വരുത്തരുത് എന്നാണ് ഷേഖ് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ആ ആഭ്യന്തരമായ കരാറിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഓർമ്മപ്പെടുത്തുന്നത്. ആ പ്രധാനപ്പെട്ട ഭാഗം ഇങ്ങനെ നമുക്ക് കേൾക്കാം. واعلموا أنه قد صح عن النبي صلى الله عليه وعلى آله وسلم أنه قال من قتل معاهدا لم يرح رائحة الجنة. സംരക്ഷണ കരാർ നൽകപ്പെട്ട ഒരാളെ ആരെങ്കിലും വധിച്ചാൽ അവൻ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കുകയില്ല എന്ന ഹദീസാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ അകത്തുള്ള ആഭ്യന്തര കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട്. എന്നാൽ മുഹ്സിൻ അയ്ദീദ് തന്റെ അജ്ഞത കൊണ്ട് ഈ ഹദീസിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. അവർ കരാർ പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ ഖതല മുആഹദൻ ലം യരിഹ് റായിഹത്തൽ ജന്ന. കരാറിൽ ഏർപ്പെട്ട ഒരു കാഫിറിനെ വധിച്ചാൽ അവന് സ്വർഗത്തിന്റെ മണം ആസ്വദിക്കാൻ പറ്റില്ല. ആ ഹദീസിൽ പറഞ്ഞത് ഇതുപോലെ ഏതെങ്കിലും ഭരണഘടനാ കരാറുകൾ ഏർപ്പെട്ട ഒരു മുസ്ലിം അയാളുടെ നാട്ടിൽ ജീവിക്കുന്നതിനെ കുറിച്ചാണോ? അല്ലല്ലോ. നോക്കൂ സഹോദരങ്ങളെ, ഒരു ഹദീസിന്റെ തേട്ടം എന്താണ് എന്ന് പോലും തിരിച്ചറിയാതെ തന്റെ വാദങ്ങൾക്കെതിരായി നിൽക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കണ്ണടച്ചുകൊണ്ട് തള്ളിപ്പറയുന്ന ഒരു പ്രവണതയാണ് മുഹ്സിൻ അയ്ദീദ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു അമുസ്ലിം നാട്ടിലുള്ള ആഭ്യന്തര കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ആ നാട്ടിലെ ഭരണ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് അനുസരിക്കൽ കരാറ് പാലനമാണ്. അതിനെ നിഷേധിക്കാൻ പാടില്ല. അങ്ങനെ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. സംരക്ഷണ കരാർ നൽകപ്പെട്ട ഒരാളെ ആരെങ്കിലും വധിച്ചാൽ അവൻ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കുകയില്ല എന്ന ഹദീസ് ഒരു അമുസ്ലിം രാജ്യത്തിന്റെ അകത്ത് ആഭ്യന്തരമായി നിലനിൽക്കുന്ന കരാറുകളെ പാലിക്കാൻ ബാധ്യസ്ഥനാണ് എന്നൊരു മുസ്ലിമിനെ പഠിപ്പിക്കാൻ വേണ്ടിയാ ഷേഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഈ ഹദീസ് അവിടെ ഉദ്ധരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഹദീസ് അങ്ങനെ ആരും പറയുകയില്ലല്ലോ എന്ന തലത്തിലേക്കാണ് മുഹ്സിൻ അയ്ദീദ് കൊണ്ടുപോകുന്നത്. ഇന്ത്യയിലെ ഭരണഘടനയെ നമ്മൾ ഒരു കരാറായി കാണുന്നത് കൊണ്ട് നമ്മുടെ രാജ്യം അത് ദാറുൽ അഹദാണ് എന്ന് ഞാൻ എൻ്റെ സംസാരത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അവകാശവാദം ഞാൻ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ മുസ്ലിങ്ങൾ അടക്കമുള്ള ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കിടയിലും പരസ്പരമായുള്ള ഒരു കരാറ് നിലനിൽക്കുന്നുണ്ട്. ആ കരാറ് നമ്മുടെ ഭരണഘടനയിലൂടെയാണ് നിലനിൽക്കുന്നത്. സമാനമായ ഒരു ആഭ്യന്തര കരാറിനെ കുറിച്ചാണ് ഷേഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ടെലിലിങ്ക് പ്രോഗ്രാമിലൂടെ സംസാരിച്ചിട്ടുള്ളത്. അതാണ് കേരളത്തിലെ സലഫികൾ എന്നും ഉയർത്തിക്കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോഴും ആ നാട്ടിലെ ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത നിയമങ്ങളൊക്കെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ ബാധ്യത നമ്മളിൽ നിലനിൽക്കുന്നത് ആ രാജ്യത്തിനകത്തുള്ള ഭരണഘടന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ നിയമപാലനം നമ്മളിൽ ഒരു ബാധ്യതയായിക്കൊണ്ട് നിലനിൽക്കുന്നത്. ഇതാണ് മുജാഹിദുകളായ സലഫികളായ ആളുകൾ നമ്മുടെ രാജ്യത്ത് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നിലവിലെ ഇന്ത്യൻ സാഹചര്യം പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മൾ പരസ്പരം ഉണ്ടാക്കിയ കരാറ് അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു കരാറല്ല. മറിച്ച് ഈ നാട്ടിലുള്ള ഇന്ത്യക്കാരായ ആളുകൾ, വ്യത്യസ്ത മതസ്ഥരായ ആളുകൾ, അവരെല്ലാവരും കൂടി ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ കൂടിയാലോചിച്ച് രൂപപ്പെടുത്തിയെടുത്തതാണ് ഇന്ത്യയിലെ ഭരണഘടന. അതിനെ ഭാഷാപരമായി അഹദ്,
അഥവാ കരാർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാമെങ്കിലും ഇസ്തിലാഹയായ നിലക്ക് ദാറുൽ അഹദ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. എന്നാൽ ഈ ഒരു കരാറിനെ മികച്ചതായി കാണാനും അത് മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ വ്യവസ്ഥ ഏറ്റവും ചൊവ്വായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിന് സാധിക്കേണ്ടതുണ്ട്. ഇതും സലഫി ഉലമാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആശയമാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് തെളിവ് പിടിച്ചുകൊണ്ട് സൂറത്ത് ഹൂദിലെ 94, 95 ആയത്തുകൾ വിശദീകരണത്തിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഈദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷയം പഠിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ അതിനോടൊക്കെ വല്ലാത്ത രൂപത്തിലുള്ള വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന സമീപനമാണ് ശുറൂത്തികളിൽ നിന്നും പ്രകടമാകുന്നത്. മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ ഇതേ നിലപാടുമായി നമ്മുടെ നാട്ടിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ സന്ദർഭത്തിൽ ഷെയ്ഖ് സഈദി റഹിമഹുല്ലാ പഠിപ്പിച്ച അതേ ആശയം മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് KP മുഹമ്മദ് മൗലവി റഹിമഹുല്ലാ വിശദീകരിച്ചിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അൽമനാറിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുടെ ഒരു സമാഹാരമായി വിശ്വാസം എന്ന പേരിൽ 2 വാള്യങ്ങൾ KNM പബ്ലിഷിംഗ് വിങ് 2003 പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളർന്ന സാഹചര്യങ്ങളും മറ്റുമൊക്കെ വിശദീകരിച്ച ശേഷം KP മുഹമ്മദ് മൗലവി റഹിമഹുല്ലാ അദ്ദേഹം എഴുതുകയാണ്, ഇന്ന് മുസ്ലിം വിരോധികളെ യൂറോപ്യൻ നാടുകളിലും മറ്റും നമുക്ക് കാണാം. എന്നാൽ ജനാധിപത്യത്തിൻ്റെ പേരിലും സമത്വത്തിൻ്റെ പേരിലും പലയിടത്തും ഇസ്ലാമിക ആദർശങ്ങൾ പ്രചരിപ്പിക്കുവാനും സ്ഥാപനങ്ങൾ നടത്തുവാനും മറ്റും സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇത് അള്ളാഹു നമുക്ക് ചെയ്ത ഒരു അനുഗ്രഹമാണെന്ന വിശ്വാസത്തോടെ യഥാർത്ഥ സത്യം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ നാം ജാഗരൂകരാകണം. സന്ദർഭം ഉപയോഗപ്പെടുത്തി അത് നിർവഹിക്കലാണ് ആ അനുഗ്രഹത്തിനുള്ള നന്ദി. അത് ഉപയോഗപ്പെടുത്താതെ അതിനെ വിമർശിച്ച് നടക്കുകയാണെങ്കിൽ ആ അനുഗ്രഹം തന്നെ നഷ്ടപ്പെടുവാൻ എളുപ്പമുണ്ടെന്ന് നാം ഓർക്കണം. അങ്ങനെ ഏകാധിപതികളായ ഫാസിസ്റ്റുകൾ ലോകശക്തിയായി തീർന്നാൽ അത് അള്ളാഹുവിന് നന്ദികേട് കാണിക്കുന്നതിനുള്ള ഒരു ശിക്ഷയാകുമോ എന്നും ഭയപ്പെടേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ മുൻകാല പണ്ഡിതന്മാരും നേതാക്കന്മാരും പറഞ്ഞ ഈ ഒരു ഉപദേശം അത് ചെവികൊള്ളാതെ ജനാധിപത്യത്തെയും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സാഹോദര്യത്തെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ജനാധിപത്യ സംവിധാനങ്ങൾ അതൊന്നും ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താതെ അതിനെയൊക്കെ കണ്ണടച്ച് വിമർശിക്കുന്ന ശുറൂത്തികളുടെ അതിവാദങ്ങൾ അത് തിരിച്ചറിയാൻ മുസ്ലിം സമുദായത്തിന് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ്. അടിസ്ഥാനപരമായിട്ട് നമ്മെ ബാധിക്കുന്ന വിഷയം നമ്മുടെ ഭരണഘടനയാണ്. അതാണ് ഇന്ത്യക്കകത്തുള്ള നമ്മുടെ കരാർ. അതെല്ലാ മതക്കാർക്കും ബാധകമായിട്ടുള്ള കരാറാണ്. അതിനെ ഇല്ലാതെയാക്കാനാണ് ഫാഷിസ്റ്റ് ശക്തികൾ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫാഷിസ്റ്റുകൾക്ക് ഏണി വെച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ശുറൂത്തികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കേണ്ടത് സത്യവിശ്വാസികളായ നമ്മുടെയൊക്കെ ബാധ്യതയാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ഒരു സംസാരം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നൽ ഉലമാ ലം യുവർരിസു ദിർഹമൻ വലാ ദീനാറൻ വഇന്നമാ വറത്തുൽ ഇൽം